അരുൺ മാധേശ്വരൻ എപ്പോഴും റിവഞ്ച് സ്റ്റോറിയെ പറയാറുള്ളൂ. അദ്ദേഹത്തിന്റെ സിനിമയിൽ റിവഞ്ച് ഒരു പ്ലോട്ട് മാത്രമല്ല, സിനിമയുടെ മോഡ് മൊത്തം റിവഞ്ച് ആയിരിക്കും. അദ്ദേഹത്തിന്റെ സിനിമയിലെ കഥാപാത്രങ്ങൾ വിജയനെ പോലെ ഹീറോയിസ് ഒന്നും കാണിക്കില്ല. വേദന, ഹ്യൂമിലിയേഷൻ, ട്രോമ, റേഞ്ച് ഇതൊക്കെ ആയിരിക്കും അവരുടെ ഇന്ധനം. അദ്ദേഹത്തിന്റെ സിനിമയിലെ പ്രത്യേകത എന്താണ്? റോ വയലൻസ്, ബ്ലഡ്, ഗൺ ഫയർ, ബ്രൂട്ടൽ ആയിട്ടുള്ള മർഡർ, ക്ലോസപ്പ്, സഫറിങ്. വെറുതെ അദ്ദേഹം വയലൻസ് ഇടില്ല. കഥാപാത്രത്തിന്റെ ദേഷ്യവും ഫ്രസ്ട്രേഷനും തീർക്കണ രീതിയിലായിരിക്കും വയലൻസ് കാണിക്കുക. മിക്ക സീനിലും രക്തം എന്തായാലും ഒഴുക്കും, അതുപോലെ സ്ലോ മോഷനും ഉണ്ടാവും. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമയിലും ഗൺഷോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പ്രേക്ഷകന്റെ നേരെ അവര് ഗൺഷോട്ട് വെക്കാറുണ്ട്. സാനി കൈതം, ക്യാപ്റ്റൻ മില്ലർ, DC ഈ സിനിമകളൊക്കെ ഈ ഗൺഷോട്ട് കണ്ടോ? ഇത് സാധാരണ ഗാങ്സ്റ്റർ ക്രൈം സിനിമയിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഷോട്ടുകളാണ്. അരുൺ മാധേശ്വരനെ പോലെയുള്ള ഡയറക്ടർ ഇങ്ങനത്തെ ഷോട്ടുകൾ വെച്ചിട്ട് ക്യാരക്ടേഴ്സിന് ഇന്റൻസിറ്റിയും അതുപോലെ പ്രേക്ഷകന് ടെൻഷനും ഉണ്ടാക്കാറുണ്ട്. ഗണ്ണിന്റെ ഫോർഗ്രൗണ്ട് ബ്ലർ ആയിരിക്കും, ക്യാരക്ടറോ നല്ല ഹൈ ഫോക്കസ്ഡ് ആയിരിക്കും. ലോ ആംഗിളിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ലെൻസിലോ വെക്കുള്ളൂ. ലോ ആംഗിളിൽ വെക്കുമ്പോൾ ക്യാരക്ടർ മാസ് ആയിട്ട് തോന്നും. മിക്ക നായകന്മാരും എന്തെങ്കിലും ജയിച്ചിട്ട് നടന്നു വരുമ്പോൾ ലോ ആംഗിളിലെ ഷോട്ട് വെക്കുള്ളൂ. അതെന്തിനാണ്? പ്രേക്ഷകന് അയാൾ ഉയർന്നു, ജയിച്ചു എന്നുള്ള ഫീല് വരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ലോ ആംഗിൾ കാണിക്കുമ്പോൾ ഭയം, കോപം, പ്രതികാരം ഇതെല്ലാം ഭയങ്കര ഇന്റൻസ് ആയിട്ട് ഫീൽ ചെയ്യും. ഈ ഗൺ ബാരൽ ഷോട്ടില് പ്രേക്ഷകന്റെ നേരെയാണ് തോക്ക് ചൂണ്ടിയെന്നുള്ള ഒരു തോന്നല് പ്രേക്ഷകന് എപ്പോഴും ഉണ്ടാവും. അപ്പൊ ആ വെടിവെച്ച് കഴിയുമ്പോൾ ഇമോഷണലി ഒരു റിലാക്സേഷൻ പ്രേക്ഷകനും കിട്ടും. ആ ഫീലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷോട്ട് വെക്കുന്നത്. അദ്ദേഹത്തിന്റെ സിനിമയിൽ ബ്രൈറ്റ് കളേഴ്സ് കുറെ കുറവായിരിക്കും. ഓറഞ്ച് ഫയർ ടോൺ, ഡാർക്ക് ഷാഡോസ്, വെള്ളമില്ലാത്ത പൂഴി നിറഞ്ഞ ഗ്രാമങ്ങൾ, ഡിം ഇന്റീരിയേഴ്സ്. അപ്പൊ പ്രേക്ഷകർ വിചാരിക്കും ഇതൊരു റിയലിസ്റ്റിക് ആണ് എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഇമോഷണൽ നൈറ്റ് മെയർ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് കൂടുതൽ യൂറോപ്യൻ നിയോ നോയർ ഫിലിംസിൽ മാത്രമേ ഇങ്ങനെ കാണുകയുള്ളൂ. അരുൺ മാധേശ്വരന്റെ സിനിമയിലെ നായകൻ ഒരു പെർഫെക്റ്റ് ഹീറോ ആയിരിക്കില്ല. എല്ലാവരും മെന്റലി ഡാമേജ് ആയിട്ടുള്ള ആളുകളായിരിക്കും. വേദന തോളിലേറ്റിട്ടായിരിക്കും അവർ എപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ടാവുക. സൊസൈറ്റിയിലെ എല്ലാവരോടും ഒരു വെറുപ്പും ആ കഥാപാത്രങ്ങൾക്ക് ഉണ്ടാവും. ഒരു സിനിമയിൽ ജാതിയാണെങ്കിൽ വേറെ സിനിമയിൽ അധികാരം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഹ്യൂമിലിയേഷൻ. ഇതിൽ ഏതെങ്കിലും ഒരു പ്ലോട്ട് ആയിരിക്കും അദ്ദേഹത്തിന്റെ സിനിമയിൽ ഉണ്ടാവുക. അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത ഡയറക്ടർ അക്കിര കുറോസാവ, സൈജൻ സുസുക്കി ഒക്കെയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പേഴ്സണലി എനിക്ക് തോന്നിയിരിക്കുന്നത് അദ്ദേഹം ടാരന്റീനോന്റെ സ്റ്റൈലാണ് എപ്പോഴും സിനിമയിൽ യൂസ് ചെയ്യാറ് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ടാരന്റീനോയുടെ സിനിമയും ടു വയലന്റ് ആയിരിക്കും, അരുൺ മാധേശ്വരന്റെ സിനിമയും ടു വയലന്റ് ആയിരിക്കും. ടാരന്റീനോയുടെ സിനിമയിലും റിവഞ്ചിന് വേണ്ടിയിട്ട് കുറെ ഫിലോസഫി പറയും, അരുൺ മാധേശ്വരനും അങ്ങനെ പറയാറുണ്ട്. അരുൺ മാധേശ്വരന്റെ സിനിമ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഫ്രെയിം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് അദ്ദേഹം സംവിധാനം ചെയ്തതാണ് എന്ന്. ഒരു ഡയറക്ടറിന്റെ സിനിമ മ്യൂട്ട് ചെയ്ത് കണ്ടാലും ഒരു പോസ്റ്റർ കണ്ടാലും ഇത് അദ്ദേഹത്തിന്റെ സിനിമയാണ് എന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ സ്റ്റൈല് തന്നെയാണ്. ഈ ഗൺ ബാരൽ ഷോട്ട്, അതുപോലെ ഇന്റൻസ് ആയിട്ടുള്ള റിവഞ്ച്, തോറ്റുപോയ നായകന്മാര്, ഇതൊക്കെയാണ് അരുൺ മാധേശ്വരന്റെ സിനിമയിൽ നമ്മൾ എപ്പോഴും കാണാറുള്ളത്. ഇവിടെ മാർക്കോ ഇറങ്ങിയപ്പോൾ പൊതുവെ വയലൻസിനെ എല്ലാവരും കുറ്റം പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹം വയലൻസിനെ ഒരു ആർട്ടാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ്. എനിക്ക് പേഴ്സണലി അരുൺ മാധേശ്വരന്റെ സിനിമ അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല.